ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇടതു സർക്കാരിനെയും നേതാക്കളെയും പ്രതിസന്ധിയിലാക്കുന്നത് ഇതാദ്യമായല്ല. ഇ.പി. ജയരാജന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമാക്കിയത് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ വിവാദം. എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാർ ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെക്കുറിച്ചാണ് ചർച്ചകളുണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ പോകുമോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അതിനും ഒരു ഉത്തരം നൽകി പ്രതിപക്ഷ നേതാവ്. പി ശശിയുമായുള്ള എം.ആർ. അജിത് കുമാറിന്റെ ബന്ധമാണ് ഈ നീക്കത്തിനു കാരണമെന്നാണ് ആരോപണം. നിലവിൽ ഒരു തെളിവുകളും ഇല്ലാത്തതാണ് ഈ കൂടിക്കാഴ്ച. പക്ഷേ ഇതിന് മുൻപ് നടന്ന കൂടിക്കാഴ്ചകളും ഇങ്ങനെ തന്നെയാണ് പൊതുമണ്ഡലത്തിലേക്ക് എത്തിയത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്തിന് എ.ഡി.ജി.പിയുടെ ഇടനില? ഇ.കെ. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം ആർഎസ്എസുമായുള്ള ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും കണ്ണൂരിൽ പതിവായപ്പോൾ പി പരമേശ്വരനാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഡൽഹിയിൽ വെച്ച് ഇ.കെ. നയനാർ പി പരമേശ്വരനെ കാണുമെന്നായിരുന്നു തീരുമാനം. ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ കൊച്ചിയിൽ അതീവ രഹസ്യമായി ഒരു കൂടിക്കാഴ്ച നടന്നു. പോളിറ്റ് ബ്യൂറോ അംഗം പി രാമമൂർത്തിയും ആഭ്യന്തരമന്ത്രി ടി.കെ. രാമകൃഷ്ണനും ആർഎസ്എസ് താത്വികനായ ദത്തു പാന്ത് തെങ്കാടിയുമായി ചർച്ച നടത്തി. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച തീരുമാനിച്ച ദിവസമാണ് അസാധാരണമായ സംഭവങ്ങളുണ്ടായത്. കണ്ണൂരിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യുവമോർച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും ഒക്കെയായ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ഇവർക്കു നേരെ പോലീസ് വെടിവെച്ചു എന്നാണ് ഡൽഹിയിൽ എത്തിയ വാർത്ത. അതോടെ ഡൽഹിയിലെ യുവമോർച്ച നേതാക്കൾ കേരള ഹൗസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ മുഖ്യമന്ത്രി ഇ.കെ. നയനാർ പി പരമേശ്വരനുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി മടങ്ങി. പിന്നീട് ഒരിക്കലും ആ കൂടിക്കാഴ്ച നടന്നതുമില്ല. ആർഎസ്എസ് നേതാക്കളുടെ കുടുംബത്തിൽ നിന്നുള്ള മലയാളിയായ മാധ്യമപ്രവർത്തകൻ ദിനേശ് നാരായണൻ എഴുതിയ ആർഎസ്എസ് ദ ഡീപ് നേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ച ലോകമറിഞ്ഞത്. തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യോഗാചാര്യൻ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആർഎസ്എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അത്. ശ്രീ എം ആദ്യം പി ജയരാജനുമായി ചർച്ച നടത്തി. പി ജയരാജൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായി സംസാരിച്ച് ഈ ചർച്ചയ്ക്ക് അരങ്ങൊരുക്കി. എം ബുക്ക് ചെയ്ത മുറിയിലേക്ക് ആർഎസ്എസ് പ്രാന്ത് കാര്യവാഹക് അഥവാ സംസ്ഥാന സെക്രട്ടറി പി ഗോപാലകുട്ടിയും പ്രചാർ പ്രമുഖ് വത്സൻ തില്ലങ്കേരിയും എത്തുന്നു. ടാക്സിയിൽ കോടിയേരി ബാലകൃഷ്ണൻ വരുന്നു. പിന്നാലെ ഒടുവിലായി എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പോലീസ് എസ്കോർട്ടൊന്നുമില്ലാതെയായിരുന്നു ആ വരവ്. പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായതോടെ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും അത് സമ്മതിച്ചു. രണ്ട് മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നടന്ന രണ്ടു ചർച്ചകളുടെയും ലക്ഷ്യം ആർഎസ്എസുമായുള്ള സംഘർഷം ഇല്ലാതാക്കുക എന്നതായിരുന്നു. രാഷ്ട്രീയ കൊലപാതകത്തിന് അറുതി വരുത്താനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് നീതീകരണവുമുണ്ട്. എന്നാൽ മറ്റു ചർച്ചകളോ? ഇ.പി. ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ച് ബി.ജെ.പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ടതിന് ഒരു നീതീകരണവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അത് മാധ്യമങ്ങളിലൂടെ സമ്മതിക്കുകയും ചെയ്തു. പ്രകാശ് ജാവദേക്കറെ എന്തിനാണ് ഇ.പി. ജയരാജൻ വീട്ടിൽ വെച്ച് കാണുന്നത്? അങ്ങനെ കാണാൻ ഒന്നിച്ച് പഠിച്ചവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നിച്ച് ജോലിയെടുത്തവരോ ആണോ അവർ? അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണോ? ആ സമയത്ത് പ്രകാശ് ജാവദേക്കർ കണ്ട മറ്റു പാർട്ടിയിലെ നേതാക്കളൊക്കെ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തവരാണ്. പത്മജ വേണുഗോപാൽ മുതൽ തിരുവനന്തപുരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വരെയുള്ളവരെ കാണാൻ വന്ന വരവിലാണ് ഇ.പി. ജയരാജനെയും കണ്ടത്. ആ സമയത്ത് ഇത്ര മുതിർന്ന നേതാവ് നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് വേറെ ഒരു വ്യാഖ്യാനവും വഴങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് ഇ.പി. ജയരാജന് പുറത്തേക്കുള്ള വഴിയും തെളിഞ്ഞു. എ.ഡി.ജി.പി. നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് ഇങ്ങനെയാണ്. 2023 മെയ് മാസം 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ആർഎസ്എസ് ചിന്തൻ ബൈഠക് നടക്കുന്നു. മോഹൻ ഭാഗവത് ഉൾപ്പെടെ പങ്കെടുത്ത ആ ബൈഠക്കിലേക്കാണ് എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാർ പോയത്. തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിൽ എ.ഡി.ജി.പി. സ്കൂളിലേക്കെത്തി. ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി ചർച്ച നടത്തി. ഇത്രയും കാര്യം വസ്തുതാപരമായി അന്വേഷിച്ചാൽ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല. പക്ഷേ
ഈ ചർച്ചയിൽ കേരളത്തിലെ ED അന്വേഷണങ്ങളാണ് വിഷയമായത് എന്നും തൃശൂർ പൂരം കലക്കാനുള്ള തീരുമാനമെടുത്തു എന്നും പറയുന്നതിലെ യുക്തി പരിശോധിക്കപ്പെടുക തന്നെ വേണം. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് 2023 മെയ് മാസത്തിലാണ്. പൂരം കലക്കിയതോ 11 മാസങ്ങൾ കഴിഞ്ഞ് 2024 ഏപ്രിലിലും. കരുവന്നൂരിലൊക്കെ ED അന്വേഷണം കടുപ്പിച്ചതും മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെ CMRL ആരോപണം ഉയർന്നതുമൊക്കെ 2023 മെയ് മാസം കഴിഞ്ഞാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇത് രണ്ടും ചെയ്യാൻ നിർദ്ദേശിച്ച് MR അജിത് കുമാറിനെ P ശശി ഏതായാലും അയക്കുമോ എന്ന ചോദ്യമുയരും. പക്ഷേ സംസ്ഥാന ADGP എന്തിനാണ് രഹസ്യമായി RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് എന്നതിന് ഉത്തരവും കിട്ടേണ്ടതുണ്ട്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.